ഹായ് ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം ഒരു ടെന്റിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ടെന്റ് എങ്ങനെ അടിക്കണേന്ന് കാണിക്കാൻ പോണൊരു വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ടെന്റ് എങ്ങനെ അടിക്കണേന്നൊരു ട്യൂട്ടോറിയൽ ഉണ്ടായിരിക്കുന്നു. ഞാൻ ഇപ്പോൾ സമയം ഒരുപാട് കളയാനുള്ള ഇതാണ് ടെന്റ് ഫുൾ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ബാഗിൽ കറക്റ്റായിട്ട് കയറും. നമ്മൾ യൂസ് ചെയ്യണ ടെന്റ് ഇതാണ്. ഇതെങ്ങനെയാ അടിക്കണേന്നുള്ളത് ഇന്നത്തെ വീഡിയോ കാണും. നമ്മൾ യൂസ് ചെയ്യണ ടെന്റ് കോൾമാൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ കോൾമാന്റെ സൺഡോം എന്ന് പറഞ്ഞൊരു മോഡലാണ് യൂസ് ചെയ്യണം. അതൊരു 6% ടെന്റാ. 6 ആളുടെ ടെന്റ് ആണ്. പക്ഷെ 6 ആള് കിടക്കണമെങ്കിൽ കുറച്ച് കെട്ടിപ്പിടിച്ച് കിടക്കേണ്ടി വരും. കറക്റ്റ് കിടക്കണമെങ്കിൽ ഒരു 4 ആൾക്ക് പറ്റുന്ന ഒരു ടെന്റാ. അപ്പോ ഞാൻ ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ടെന്റ് മടക്കി കഴിഞ്ഞാൽ ഇരിക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ കുറച്ച് സ്റ്റിക്കുകളാണ്. ഇത് വെച്ചാണ് ടെന്റിന്റെ ഒരു ബേസിക് ഫ്രെയിം ഉണ്ടാവുന്നത്. ആ കൂടാരം ഫോം ചെയ്ത് തന്നെ ഈ സ്റ്റിക്കുകൾ വെച്ചാൽ അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് പ്രോസസ്സിലേക്ക് പോവാം. നമ്മൾ ടെന്റ് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ടെന്റിന്റെ മോൾ ഭാഗം താഴ്ഭാഗം നമുക്ക് കണ്ട കറക്റ്റ് മനസ്സിലാവും. മോൾ ഭാഗം എപ്പോഴും കുറച്ച് കളർഫുൾ ആയിരിക്കും. അതിൽ ആ ഡോറും വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ താഴെ ഏത് പാർട്ടാണ് വരണേന്നുള്ളത് ഇപ്പൊ ഇതിന്റെ നോക്കിയാൽ അറിയാം. ഇതിന്റെ താഴെ പ്രത്യേകിച്ച് കളേഴ്സും ഒന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ഇത് ബിൽഡ് ചെയ്യാൻ ആവശ്യമുള്ളത് ഈ സ്റ്റിക്കുകളാണ്. എടുത്തുവാ, ഈ സ്റ്റിക്കുകളിൽ 2 എണ്ണം വലുതായിരിക്കും. കണക്ട് ചെയ്ത് വരുമ്പോ മറ്റേതിനേക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും. ഒരെണ്ണം കണക്ട് ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ സ്റ്റിക്ക് ആയിരിക്കും. ഈ ചെറിയ സ്റ്റിക്ക് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഈ വലിയ 2 എണ്ണമാണ് ഇപ്പൊ തുടങ്ങാനായിട്ട് നമുക്ക് ആവശ്യം. ഈ സ്റ്റിക്കുകളുടെ ഇടയിലേ ഇങ്ങനെ ഒരു എലാസ്റ്റിക് വള്ളി ഉണ്ടാവും. അപ്പൊ ഇത് കണക്ട് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഇത് കണക്ട് ചെയ്യുക, അടുത്ത പീസ് എടുത്ത് കണക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് അടുത്ത പീസ് എടുത്ത് കണക്ട് ചെയ്യുക. നമ്മുടെ ടെന്റ് ഫുള്ള് നിവർത്തി കഴിയുമ്പോൾ ഈ നടുക്ക് ഇതുപോലെ ഒരു എക്സ് ഫോം ചെയ്യണത് കാണാം. അതായത് ഈ ഞാൻ ഉദ്ദേശിച്ചത് ഈ നീല സാധനം കണ്ടോ, ഒരു എക്സ് ഷേപ്പിലിരിക്കണം. അതിന് ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അത് എക്സിറ്റ് ചെയ്യാനായിട്ട് ഇപ്പുറത്ത് ഒരു ഹോൾ ഉണ്ട്. നമ്മൾ നേരത്തെ ബിൽഡ് ചെയ്ത സ്റ്റിക്കുകളില്ലേ, നേരത്തെ ബിൽഡ് ചെയ്ത ഈ 2 സ്റ്റിക്കുകളില്ലേ, ആ സ്റ്റിക്കുകൾ രണ്ടും ഈ എക്സിന്റെ ഹോളുകളിൽ കൂടെ അകത്തേക്ക് കയറ്റണം എന്നുള്ളതാണ് പരിപാടി. ബേസിക്കലി അത് ഓപ്പോസിറ്റ് ആയിട്ട് ഡയഗണൽ ആയിട്ട് ഒരു എക്സ് പോലെ വരും നമ്മൾ ഈ 2 സ്റ്റിക്കുകൾ മാത്രമേ കൂടെ കയറ്റി കഴിയുമ്പോൾ. നമ്മൾ ഈ കമ്പി രണ്ടും സ്റ്റിക്ക് രണ്ടും അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ടെന്റിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സാധനം കാണും. അത് ഈ സ്റ്റിക്കിന്റെ അകത്ത് ഈ ഭാഗത്തേക്ക് പോകും. വൺസ് അതങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റിക്ക് നമ്മൾ വളച്ച് അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ ആ സൈഡിൽ ആ സ്റ്റിക്കിന്റെ അകത്ത് അത് കയറ്റി, അതുപോലെ തന്നെ ഈ സൈഡിലും കയറ്റണം. ഈ സ്റ്റിക്ക് ഭയങ്കര ഫ്ലെക്സിബിളാണ്, ഒടിഞ്ഞൊന്നും പോവില്ല. നമുക്ക് ധൈര്യമായിട്ട് ഇത് ബെൻഡ് ചെയ്യാം. അത് ബെൻഡ് ചെയ്ത് ഈ സൈഡിലും അതേ കാര്യം തന്നെ ചെയ്യണം. അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടേക്ക് പോകാം. ഇവിടെ അടിയിലുള്ള സ്റ്റിക്കും ഈ സെയിം രീതിയിൽ തന്നെ ബെൻഡ് ചെയ്യുക. ഇതിവിടെ കേൾക്കുക. ഈ സൈഡിലും അതേപോലെ തന്നെ ഇതിന്റെ അകത്തേക്ക് കയറ്റാം. ഇപ്പൊ ഏകദേശം ഒരു ഫ്രെയിം ആയിട്ടുള്ളൂ. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്യണം, എന്നാലേ ഏകദേശം കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് വരുള്ളൂ. വൺസ് ഞാൻ ആദ്യം കാണിച്ചു തന്ന പോലെ ഈ കമ്പി വളച്ച് ഇതിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് കയറ്റി കഴിഞ്ഞാൽ ടെന്റ് കറക്റ്റ് ഷേപ്പിലായിരിക്കില്ല.
പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് ഇതെല്ലാം ഈക്വൽ ഒരു ഡിസ്റ്റൻസിൽ വലിച്ചു വെക്കുക. ഈ ടെന്റ് ആവശ്യത്തിന് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വലിച്ചിടുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ടെന്റ് കറക്റ്റ് ഷേപ്പിലേക്ക് വരും. അത് നമ്മുടെ ഒരു ലോജിക്കും കോമൺ സെൻസും ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി കുറച്ച് പണി കൂടി ടെന്റിൽ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടറിയാം, ഇപ്പൊ ഒരു മഴ പെയ്താലും ടെന്റിന്റെ അകത്ത് വെള്ളം കയറും. കാരണം ഇവിടെയൊക്കെ ഫുൾ ഓപ്പൺ ഏരിയ. ഇനി ഇത് അടയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഷീറ്റും കൂടി ഉണ്ട്. ഇതെല്ലാം ടെന്റിന്റെ ഒപ്പം ഉണ്ടാവും. അതുകൂടി, അതായത് ഒരു മേൽക്കൂര പോലെ വരും. അതുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെന്റിന്റെ ഒരു 90% പരിപാടി തീർന്നു. ഇതാണ് നമ്മുടെ ടെന്റിന്റെ മേൽക്കൂര പോലെ വരുന്ന ക്ലോത്ത്. അപ്പോ ഇത് ആദ്യം തന്നെ നമ്മളെ ടെന്റ് നിവർത്തിയ പോലെ അങ്ങനെ നിവർത്തി തുടങ്ങാന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ ടെന്റ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ടെന്റിന്റെ ഫ്രണ്ട് വശം ഏതാ ബാക്ക് വശം ഏതാണ്. ടെന്റിന്റെ ഡോർ ഇതാണ് നമ്മൾ തുറന്ന അകത്തേക്ക് കയറുന്ന സ്ഥലം. അപ്പൊ ഇതാണ് ഫ്രണ്ട് വശം. നമ്മൾ ആ മേൽക്കൂര ബിൽഡ് ചെയ്യുമ്പോൾ, ഈ മാറ്റ് ഉപയോഗിച്ച് മേൽക്കൂര ബിൽഡ് ചെയ്യുമ്പോൾ ഈ നീല കളറുള്ള ഭാഗം ആ ഡോറിന്റെ ഫ്രണ്ടിലും ബാക്കിലും വരും. ഈ ലാൻഡേണിന്റെ പടമുള്ള ഭാഗം ആ രണ്ട് സൈഡുകളിലും വരും. ഇങ്ങനെയായിരിക്കും ആ ഒരു ഫ്രെയിം വർക്ക് നടക്കണം. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഈ മാറ്റ് എടുത്ത് ടെന്റിന്റെ മുകളിലേക്ക് വെക്കാൻ. ഇപ്പൊ ഞാൻ ആ മേൽക്കൂര ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തിട്ടില്ല, ആ മാറ്റ് എടുത്ത് ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഡോറിന്റെ നേരെ ആ നീല കളറിലും സൈഡില് ആ വെള്ള ലാൻഡേണിന്റെ പടമുള്ള ഭാഗവും വന്നിട്ടുണ്ടാവണം. നമ്മള് മോളിക്കോളം മേൽക്കൂര ഇട്ടിട്ട് ഈ മാറ്റില്ലേ, ഈ മാറ്റിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു വള്ളി ഉണ്ടാവും, റോപ്പ് ഉണ്ടാവും. ഈ റോപ്പിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഹുക്ക് ഉണ്ടാവും. ഈ ഹുക്ക് നമ്മള് അടുത്തേക്ക് വാ, ഈ സാധനം കണ്ടോ, ഈ വളയം, ഈ വളയത്തിന്റെ അകത്ത് ഇടണം. അത് കഴിഞ്ഞ് ഇതിന്റെ നേരെ ഡയഗണൽ ആയിട്ടുള്ള സൈഡിൽ പോയിട്ട് ആ ഡയഗണൽ ആയിട്ടുള്ള സൈഡില് അടുത്തതും കണക്ട് ചെയ്യുന്നു. നമ്മൾ ആ 2 സ്റ്റിക്ക് ഉപയോഗിച്ചില്ലേ, വലിയ 2 സ്റ്റിക്ക്, അത് ഈ ടെന്റിന്റെ മൊത്തം ഫ്രെയിം വർക്കിനുള്ളതാ. ബാക്കി വന്നൊരു ചെറിയ സ്റ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഈ മേൽക്കൂര ഫ്രെയിം ചെയ്യാനുള്ളതാ. അത് ഇവിടെ ഈ ഫ്രണ്ടിലൂടെ പോയി ടെന്റിന്റെ മുകളിൽ അപ്പുറത്തേക്ക് വരും ഈ സ്റ്റിക്ക്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ സ്റ്റിക്ക് ഈ മേൽക്കൂരയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഒരു ഹോള് കാണും ഇവിടെ. ഈ ഹോളിൽ കൂടെ കയറി അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്തും പോകണ്ട, അപ്പുറത്തും ഇങ്ങനെ ഒരു ഹോള് കാണും. ഞാനും വരാം. ആ ഹോളിൽ കൂടെ നമ്മളത് പുറത്തേക്ക് എടുക്കണം. അതിങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ഹോൾ. അപ്പൊ ബേസിക്കലി നമുക്കത് കറക്റ്റായിട്ട് വരാൻ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് പുഷ് ചെയ്യുക, കറക്റ്റ് ഈ എൻഡിലെത്തുന്ന ഇങ്ങനെ ഒരു ബ്ലാക്ക് സാധനമാണ്, അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ ബേസിക്കലി ഒരു ടെന്റിന്റെ ഫ്രെയിം വർക്ക്. ആ ടെന്റിന്റെ ബോഡി സെറ്റ് ചെയ്തു, അതിനൊരു മേൽക്കൂര വെച്ചു. ഇത്രയും ഞങ്ങളന്ന് അൽഗോക്കി പോയപ്പോ ചെയ്തോളൂ. അന്ന് അത്രയും മഴ പെയ്തിട്ട് ഞങ്ങളുടെ ടെന്റിന്റെ അകത്തേക്ക് ഒരുപാട് വെള്ളമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മേൽക്കൂരയുടെ അറ്റത്തെല്ലാം ഇങ്ങനെ ഒരു വള്ളി കാണും. ഈ വള്ളി നിലത്തടിച്ച് ഫിക്സ് ചെയ്യാം. ടെന്റ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. ചെറിയ കാറ്റടിച്ചാകുന്ന ടെന്റിന് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്ക് വേണമെങ്കിൽ മരത്തിൽ കെട്ടാം, ഒരു നോട്ട് ഇട്ട് ഈ കമ്പി കൊണ്ട് നിലത്ത് അടിച്ചു വെക്കാം. ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞ ഒരു ടെന്റ് ബിൽഡ് ചെയ്യാനുള്ള പ്രോസസ്സ്. നമുക്ക് അത്യാവശ്യം സ്പീഡിൽ ബിൽഡ് ചെയ്യാൻ അറിയാവുന്ന ആളാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പൊ ഈ ടെന്റിന് ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെയാണ് ഇതിന്റെ ഡോറ് വരുന്നത്.
ഇനി പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പുറകിൽ ഇവിടെ ഇതിനൊരു വിൻഡോ ഉണ്ട്. അതുപോലെ തന്നെ ഈ വള്ളി നമ്മൾ നിലത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെന്റിന്റെ അകത്തേക്ക് ഒരു വെന്റിലേഷനും ഉണ്ട്. ഈ ടെന്റിന്റെ അകം നമ്മൾ കാണിച്ചു കൊടുക്കും. ടെന്റിന്റെ അകത്തേക്കുള്ള ഡോറ് ഇതൊരു സിപ്പാണ്. ഇതിന്റെ ഇപ്പൊ നമ്മള് ക്യാമ്പിങ് കഴിഞ്ഞ് വന്നിട്ട് അകം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പൊ അകത്തുനിന്നുള്ള വിൻഡോ നമ്മൾ കാണിച്ചു തന്നത് ഇതാണ്. ടെന്റിന്റെ അകത്തുനിന്നുള്ള വിൻഡോ നമുക്ക് തുറന്നിടണം. എയർ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്നിട്ടാൽ മതി. വെന്റിലേഷൻ ഞാൻ പറഞ്ഞത് മറ്റേത് പുറകിന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇതാണ് വെന്റിലേഷൻ. 6 ആൾക്കാർക്കുള്ള ടെന്റാണിത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കറക്റ്റ് ഒരു 4 പേർക്ക് ഇത് വർക്കാവും. 4 പേരും നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു കറക്റ്റ് സ്പേസാണ്. 2 ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും. നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൗച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു പൗച്ച് ഉണ്ട്. ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് ടെന്റുകളുടെ എല്ലാം മോൾ ഭാഗത്ത് ഇതുപോലെ ഒരു പീസ് കാണും. നമ്മുടെ കയ്യിലൊരു ലാൻഡേൺ ഉണ്ടായിരുന്നു, ഞാൻ അത് ഇത്തവണ കൊണ്ടുവന്നില്ല. ആ ലാൻഡേൺ എടുത്ത് ഇതിൽ ഹുക്ക് ചെയ്തിടാന്നാണ് ചെയ്യാറുള്ളത്. പിന്നെ അകത്ത് സാധനങ്ങളെല്ലാം വെച്ച് കഴിയുമ്പോൾ ടെന്റ് കുറച്ചും കൂടി ടൈറ്റ് ആവും, കുറച്ചും കൂടി ബലം വരും. ആ ഷേപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആവും. ഇതിൽ എന്നേക്കാൾ ഞാൻ 6 അടിക്ക് അടുത്തുണ്ട്, 5-11 ഉണ്ട്. എന്നെക്കാളും പൊക്കമുണ്ട്, സുഖമായിട്ട് എണീറ്റ് നിൽക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെന്റാണിത്. ഞാനിത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു ടെന്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഇതാണ് നമ്മുടെ ടെന്റിന്റെ അകം പരിപാടികളെല്ലാം. കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇത് ഇത്തവണ കാണിക്കാമെന്ന് വെച്ചു. ഒരു മഴ പെയ്താലും അകത്ത് വെള്ളമൊന്നും വീഴില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ടെന്റ് ചെയ്തപ്പോൾ ത്രൂ ഔട്ട് മഴയായിരുന്നു. ഒരു ടെന്റ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോകളായിട്ട് വരും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ക്യാമ്പിംഗ് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വ്ളോഗിങ് വീഡിയോകൾ ഇനി കാണണമെന്നുണ്ടെങ്കിൽ, കാനഡ റിലേറ്റഡ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ ഞങ്ങൾക്ക് അതനുസരിച്ച് വീഡിയോകൾ ചെയ്യാൻ പറ്റും. ഇനിയും ഞങ്ങളുടെ വ്ളോഗുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ചാനലിൽ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം ഇനി കാണുന്നവരെ ബൈ.